ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ദേ കം ബാക്ക് ടു യു ഫ്രം ദി തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ മാത്രമായിരിക്കില്ല. ഫാമിലി ഇഷ്യൂ, കരിയർ ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, അവരുടെ ലൈഫിലുള്ള മറ്റ് സിറ്റുവേഷൻസും ആയിരിക്കാം. ഓക്കെ, യെസ്. ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നില്ല, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു മിസ്സിംഗ് പീസ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവർ ലൈഫിലെ അവരുടെ ഓരോ മൊമെന്റിലും ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ കുറിച്ചാണ് അവരിപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർക്ക് അവരുടെ ലൈഫിലെ ഏതൊരു മൊമെന്റിലും അവർക്ക് എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ ഒരു നിമിഷത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പ് മറ്റ് വ്യക്തികളാലെ അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫാമിലി മെമ്പേഴ്സ് വളരെ ശക്തമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമോ ഈ റിലേഷൻഷിപ്പിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. മെയിൻലി ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, മേ ബി അവരുടെ പാരൻസ് ആയിരിക്കാം. ഓക്കെ, യെസ്. നിങ്ങൾ ഒരു നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ചില വ്യക്തികൾ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ പക്ഷെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഫാസ്റ്റായിട്ട് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല. പക്ഷെ വളരെ വൈകിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പേഴ്സൺ നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് യെസ്, അവർ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ ചിന്തിക്കുന്നത് മേ ബി ഇത് കൂടുതൽ പേർക്കും ഒരു ഫാമിലി ഇഷ്യൂ ഉള്ള റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം. അവർ ഫാമിലിയും നിങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ലൈഫാണ് അവർ നിങ്ങളോടൊത്ത് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എങ്കിലേ ഈ ലൈഫിൽ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, അവരിപ്പോൾ ഒത്തിരി സ്ട്രെസ്ഡ് ആണ്. അതായത് മറ്റ് വ്യക്തികൾ ഈ വ്യക്തിയെ പലതരത്തിൽ ഈ വ്യക്തിയെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റുവാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിന്ത മാറ്റാനായിട്ടോ ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ഒരു കൺട്രോളിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഓവർ സ്ട്രെസ്സ് കാരണമാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ പോലും എടുക്കാൻ കഴിയാതായിട്ടുള്ളത്. മേ ബി അവർക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടായിരിക്കാം, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ഈ ഒരു സമയത്ത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനോ കഴിയാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരാഗ്രഹിച്ചിട്ട് പോലും ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത്രമാത്രം എതിർപ്പുകൾ ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിലുണ്ട്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ, യെസ്, അബൻഡൻസ്. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റിൽ തീർച്ചയായിട്ടും ഒരു കാര്യങ്ങളും ലൈഫിൽ ഇനി സംഭവിക്കില്ല, ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മൊമെന്റിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരും. നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് ആണ് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള
ഒരു യാത്രയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലാണ്, ഒരു ലൈഫ് ജേണിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഒരു ബ്രൈറ്റ്നസ്സിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അതിൽ നിങ്ങൾക്ക് യാതൊരു ആക്ഷനും എടുക്കാണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്. അപ്പോൾ ഫ്യൂച്ചർ എനർജിയിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും അതിനുള്ളൊരു കറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് ഈ ഈ ഡിസിഷൻ എടുക്കാൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറേജ് മേ ബി നിങ്ങൾക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഈ ഫ്യൂച്ചർ അതിലൊരു ചേഞ്ച് ഉണ്ടാവും, ആ ഒരു കറേജ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പലർക്കും ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു മൊമെന്റിൽ ഫ്യൂച്ചർ എനർജിയിൽ കിട്ടുന്നത് അവർ നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തും എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. ഓക്കെ, മേജർ ചേഞ്ചസ് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഈ ലൈഫ് നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് പോകുന്നുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിലുള്ള എല്ലാ പ്രതീക്ഷകളും പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട്. അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു മേജർ ചേഞ്ചസിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജ്. ഓക്കെ, യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓവർകം ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവും. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവും. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്തിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകും, നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോയിരിക്കും. അതായത് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് പർപ്പിൾ കളർ, ലെറ്റ്സ് സീ ലെറ്റർ എഫ്. ആൻഡ് ദിസ് വീക്ക് മേ ബി ഇതൊരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം. ഈ ഒരു വീക്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്മൈൽ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം. 31, ഐസ്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. ലെറ്റർ ജി, ജൂൺ മന്ത്. ഓക്കെ, ലെറ്റർ എൽ, ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ആർട്ട് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് വിത്തിൻ 2 days, ഓക്കെ, ഒരു 2 daysനുള്ളിൽ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബ്ലൂ കളർ, നെക്സ്റ്റ് 72 hours. ഓക്കെ, ഒത്തിരി പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ഓക്കെ,